സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. മറ്റൊരു പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും 3 കാർഡുകളിലൂടെ ഈ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ്. ഇത് എന്താണ് നമ്മളെപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടേക്കാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കറണ്ട് സിറ്റുവേഷൻ തന്നെ തുടങ്ങാം. കറണ്ട് സിറ്റുവേഷനായിട്ട് വന്നിട്ടുള്ളത് ന്യൂ ബിഗിനിങ്സ് എന്ന് പറയുന്ന കാർഡാണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ തുടക്കത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളാണ്. ഒരു വാതിലടച്ചിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന, അതായത് പുതിയൊരു സാഹസത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിനെയാണ്. എന്തുകൊണ്ടാണ് നാം ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനൊരു കാരണം ഉണ്ടാവും. നമുക്കതിന് കാരണം എന്ന് പറയുന്നത് ഇതാണ്. ചൂസ് വൈസ്ലി എന്ന് പറയുന്ന കാർഡാണ്. ചൂസ് വൈസ്ലി എന്ന് പറയുന്ന കാർഡ് നമ്പർ 7 എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് പലരും പല ദിശകളും കാണിക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ല തൻ്റെ ദിശ എന്ന് ഈ വ്യക്തിക്കറിയാം. ഇതിലൊന്നും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായിട്ട് വഴി കണ്ടെത്തണം. നമ്മുടെ സ്വന്തം ഇതിൽ നിൽക്കണം. നമുക്ക് ഈ പറവകളെ പോലെ പറക്കണം. സ്വാതന്ത്ര്യം നേടണം. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കുറേ നാളായിട്ട് ആരോ പറയുന്നുണ്ട്. പക്ഷേ നാം സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. പക്ഷേ യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നു, അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുടങ്ങാം, ഞാൻ കൂടെയുണ്ട്, ഈ ലോകത്തെ കീഴടക്കാനുള്ള എല്ലാ ശക്തിയും താങ്കളിലുണ്ട് എന്ന് പറയുന്നു. എവിടേക്കായിരിക്കാം നാം ഉടൻ തന്നെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഈ കാർഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. അവയർനെസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. നമ്പർ 1 മജീഷ്യൻ എന്ന് പറയുന്ന കാർഡാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. അവയർനെസ് എന്ന് പറയുന്നത് തിരിച്ചറിവ് എന്നുള്ളതാണ്. അപ്പോൾ അവയർനെസ് എന്നുള്ളത് ഉറക്കത്തിൽ നിന്ന് ഉണരുക, പുതിയ ഇതിലേക്ക് കടക്കുക, പുതിയൊരു ആളാവുക, പുതിയൊരു വ്യക്തിത്വത്തിൽ ഭയങ്കര ഒരുപാട് അർത്ഥങ്ങളൊരു കാർഡാണ്. അവയർനെസ് വേണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതായത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ വ്യക്തതയോടുകൂടിയും കൃത്യതയോടും കൂടി തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു പുതിയ വ്യക്തിത്വമാകാനുള്ളൊരു യാത്രയിലേക്കാണ് ഇത്. താങ്കൾക്ക് ചൂസ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അതെപ്പോഴും യൂണിവേഴ്സ് നമുക്കൊരു അവസരം തരും. വേണമോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ താങ്കളിത് ആലോചിക്കുക, പ്രവർത്തിക്കുക. താങ്കളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഇനിയാണ് കാത്തിരിക്കുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. താങ്കൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വൈകിട്ട് കാണണം. താങ്ക് യു വെരി മച്ച്.